ചേട്ടൻ ഇന്ന് പോവും. ഇന്ന് രാവിലെ ഇപ്പൊ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് റിഞ്ചേട്ടന്റെ കൂടെ. പിന്നെ ഞാൻ എന്തായാലും നാളെ രാവിലെ ഉള്ളൂ. നമ്മളിപ്പോ പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ്. പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ഏകദേശം ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളു. ഒരു 450 മീറ്റർ കൂടെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരെ ഇറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ റോഡാണ്, ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന റോഡ്. അടിപൊളി എന്തോ നാക്കാം എന്റെ ഇതും തലകുട്ടിയാണ് നടക്കുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോ ഇവിടെ ജിംനാസ്റ്റിക് പഠിക്കാൻ തോന്നുന്നു. ഞാൻ കാണിക്കാവേ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടി. ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് നോക്കാം, ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഉദയൻസി പോകാനിരുന്നാണ്. പക്ഷെ അത് പോകണമെങ്കിൽ ഇനി കണ്ണൂര് പോകണം. ഇനി കണ്ണൂര് നമുക്ക് അടുത്ത റൗണ്ട് ഇങ്ങോട്ടേക്ക് പോകേണ്ടതുകൊണ്ട് വേറെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തു. അതാണ് ഞാൻ മെയിനായിട്ട് പ്ലാനൊന്നും ഇടാത്തത്. അപ്പോൾ എനിക്കത് ഈ കടലിൻ്റെ സൈഡിൽ നിൽക്കുന്ന മൈക്കൊന്നുമില്ല, ചുമ്മാ സംസാരിക്കുകയാണ്. ക്ലിയർ ആണോന്ന് അറിയില്ല. ഉള്ളത് വെച്ചാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മൾ ഈ പെറ്റ് സ്റ്റേഷന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ടാംസ് ഫൺ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. ഇപ്പൊ അതിൽ കയറുന്നില്ല, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ വരുന്ന വഴി സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഉദയൻസി കയറാനായിരുന്നത്. അതിപ്പോ നമ്മള് ആ സ്ഥലത്തെ പേര് എങ്ങനെയായിരുന്നു ചേട്ടാ? നമ്മളിപ്പോ പോകുന്ന അവിടെ വയലപ്ര, എല്ലാവരും തെറ്റിപ്പോ. അപ്പൊ അവിടെ വരുന്ന വഴി നമ്മളിപ്പോ കായൽ തീരം എന്നുള്ള ഒരു റെസ്റ്റോറന്റ് ഇപ്പൊ കണ്ടു. ഇപ്പൊ നേരെ ഒരു കായലിന്റെ സൈഡിലേക്കുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളത് കണ്ടപ്പോ തന്നെ എന്നാ പിന്നെ കയറാം എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഈ ഒരു റെസ്റ്റോറന്റ് നമ്മളിപ്പോ കയറാൻ പോകുന്നത്. ബാക്കി വിശേഷമൊക്കെ അകത്ത് ചെന്നിട്ട്. കുപ്പം നദിയുടെ തൊട്ട് തീരത്തുള്ള കായൽ തീരം റെസ്റ്റോറന്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫാമിലീസ് ആണ്. അതിനുള്ള കാരണം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. എന്തായാലും എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്കി കാര്യങ്ങൾ പുറകെ പറയാം. ഇതിപ്പോ റിസർവ്ഡ് ഏരിയ ആണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിന്റെ വിഷ്വലുണ്ട്. എന്റെ അമ്മോ വേറെ ലെവല്. നമ്മളിപ്പോ ഏകദേശം അതേ ടൈപ്പുള്ളൊരു ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് പോയി ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ അറ്റ്മോസ്ഫിയർ വേറെ ലെവലല്ലേ ചേട്ടാ? സൂപ്പറായിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയും കാര്യം എല്ലാം ഉണ്ട്. ഇവിടുത്തെ തന്നെ ഇവരുടെ തന്നെയല്ലേ കായൽ തീരം എന്നുള്ളൊരു ബ്രാൻഡ് ചെയ്തൊരു കുപ്പി വെള്ളം തന്നു. ഇതാണ് ഇവിടുത്തെ മെനു. ചിക്കൻ അല്ല, ഇന്ത്യൻ, ചൈനീസ് എല്ലാ രീതിയിലുള്ളതുണ്ട്. എന്താ നമ്മള് മീൽസ് അല്ലേ ചേട്ടാ? മീൽസ് കഴിക്കുക അല്ലേ? മീൽസ് കഴിച്ചിട്ട് കുറച്ച് നാളായി, അതാ. നോക്കട്ടെ. ഇവിടുത്തെ എന്റെ പൊന്നെ വ്യൂ ഒക്കെ വേറെ ലെവല്. ചേട്ടാ ഒന്ന് കാണിച്ചു കൊടുക്ക. വ്യൂ ഒക്കെ വേറെ ലെവല് അല്ല. ഇത് ഒരു പ്രോപ്പർ നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ്. അപ്പോ ഏകദേശം ഈ ഒരു പ്രൈസ് തന്നെയാണ്. മീൽസ്, സാധാ മീൽസ് ചട്ടിച്ചോറ്, അതിന് ഫിഷിന്റെ ആണെങ്കിൽ 160, പിന്നെ ചിക്കൻ 180, ബീഫിന്റെ 200 രൂപ. കുഴപ്പമില്ലല്ലേ? ആംബിയൻസ് വെച്ച് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പറയാൻ വേണ്ടിയിട്ട്. ഇത് കഴിച്ചിട്ട് ഫുള്ളുള്ള റിവ്യൂ പറയാം, അതാ നല്ലത്. അല്ലെ നമ്മൾ ആദ്യം അടിപൊളി സൂപ്പർ, എന്റെ ദൈവമേ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും പോറ. സ്ഥലം അടിപൊളിയാണ്. നമ്മൾ കണ്ണൂര് കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ വന്നപ്പോ നല്ല കിടിലൻ വാഴയില് ഒരു ഊണൊക്കെ കഴിച്ചു. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റും കാര്യമായിരുന്നു. അപ്പൊ നമ്മളെപ്പോഴും അതിനേക്കാൾ ഒരുപടി മുന്നിൽ പ്രതീക്ഷിച്ചിട്ടാണ് പല ഹോട്ടലിലും കയറുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഓർഡർ ചെയ്യുന്നത് ഒരു നല്ലൊരു വാഴയിലയിൽ ഊണ്. അതാണ് ഇപ്പൊ ഓർഡർ. ഞാൻ റിഞ്ചേട്ടൻ അതാണ് കഴിക്കുന്നത്. ഇതിന്റെ സ്വീറ്റ്സ് ആണ്, പായസം, സാമ്പാർ, റൈസ്,
പറ്റിച്ച് സദ്യ പ്രതീക്ഷിച്ച് ഭയങ്കര ഇതായിപ്പോയി. ഞങ്ങള് സ്പെഷ്യലായിട്ട് പറഞ്ഞ ഇല സദ്യയാണ് പറഞ്ഞത്, പക്ഷെ കഴിച്ചു നോക്കിട്ട് പറയാല്ലേ ഏട്ടാ. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് ഐറ്റം കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. ആ അവസ്ഥയിലാണ് ഞാൻ റിതിൻ ചേട്ടനും. നമ്മൾ പറഞ്ഞത് നല്ല വാഴയിൽ ഊണാണ്, അവർ ഓക്കെ എന്ന് പറഞ്ഞ് പോയിട്ട് അവർ കൊണ്ടുവന്ന ചട്ടിച്ചോറാണ്. രണ്ടിനും സെയിം റേറ്റ് ആണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സംഭവം നമുക്ക് കൊണ്ടുവരേണ്ടത് അവരുടെ സർവീസിന്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. തിരിച്ച് ഞങ്ങൾ പറഞ്ഞത് ഊണാണെന്ന്, വാഴയിൽ ഊണാണെന്ന് പറഞ്ഞപ്പോഴും അവര് ഓക്കെ എന്നത് മാറ്റിത്തരാം അങ്ങനെയുള്ള ഒരു റെസ്പോൺസിലല്ല ഇരുന്നത്. എന്നാ പിന്നെ ഇത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. ഫുഡ് ആണെങ്കിൽ അവിയല്, കടലയൊക്കെ കൂട്ടുകറി, പിന്നെ ഈ ഒരു വെള്ള ഐറ്റം കിച്ചടിയാണ്. അതിന്റെ കൂടെ ഇത്രയും ചെറിയൊരു ഓംലെറ്റ് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ പപ്പടവും മീൻ, ഒരു ഫിഷ് ഫ്രൈ, മീൻ കറി, ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ചട്ടിച്ചോറിന്റെ കൂടെ. പിന്നെ കൂടെ ചെറിയൊരു ഇച്ചിരി സേമിയ പായസം കൂടെ, പിന്നെ ഒഴിച്ചുകറി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഉണ്ട്. ഫുഡ് വലിയ കുഴപ്പമില്ലല്ലേ, എന്തോ പറഞ്ഞു കിട്ടാത്തൊരു അതെ, ഈ മനസ്സ് വിഷമമുണ്ട്. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഇവൻ ഈ കഴിച്ചുകൊണ്ട് ഇത്രയും കുറ്റം പറയാന്ന് ആരും വിചാരിക്കരുത്. റെസ്റ്റോറന്റ് വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു ചുറ്റുപാടും ഒത്തിരി ഇഷ്ടമായി. അത് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അത്രയും നല്ല അടിപൊളി ഫുഡ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ അത് പ്രതീക്ഷിച്ച് വന്നപ്പോൾ അത് കിട്ടാതിരിക്കും അതിന്റെ ഒരു വിഷമം. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഫുഡ് ഒരുപാട് കിടിലൻ എന്ന് പറയാൻ മാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫുഡിനെ പറ്റി കഴിച്ചത് അത്ര അഭിപ്രായം പറയാത്തത്. എന്നാലും തരക്കേടില്ല, ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ പാർക്ക്, അവരൊരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കൂട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരവരുടെ ഹാപ്പി മൊമെന്റ്സ് അവർ എൻജോയ് ചെയ്യും. തൊട്ടപ്പുറത്താണ്, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, അവിടെ അവരും ഹാപ്പി, മൊത്തത്തിൽ ഹാപ്പി. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഡേ പറഞ്ഞത് ഇവിടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന്. എന്തായാലും ഇനി നമുക്ക് ഒത്തിരി യാത്ര ഇനിയും കിടക്കുകയാണ്, കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ്.